ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബേസിക് സയൻസ് പാർട്ട് 1 അടിസ്ഥാനശാസ്ത്രം ഭാഗം 1 പഠിക്കാൻ പോകുന്നത് കോശജാലങ്ങൾ, സെൽ ക്ലസ്റ്റർ, അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കോശങ്ങൾ എന്തോ ആണെന്നും ജന്തുകോശവും സസ്യകോശവും എന്തോ ആണെന്നും അതിൻ്റെ ഡിഫറൻസ് എന്തോ ആണെന്നും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾക്ക് കോശജാലങ്ങൾ, സെൽ ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. നമ്മളുടെ ശരീരം മുഴുവനും അനേക കോടി മില്യൺസ് ഓഫ് സെൽസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അനേക കോടി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഓരോ കോശവും ഓരോ ജോലിയും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരേ സ്വഭാവമുള്ള, സമാന സ്വഭാവമുള്ള സെൽസിന്റെ ഗ്രൂപ്പുകളെല്ലാം, കോശങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഒരു പ്രവൃത്തി നിർവഹിക്കുന്നത്. അങ്ങനെ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്. ആ സെൽസുകളെല്ലാം, ഒരേ സ്വഭാവമുള്ള സെൽസുകളെല്ലാം ഒരുമിച്ച് കൂടും, കോശങ്ങളെല്ലാം ഒരുമിച്ച് കൂടും. എന്നിട്ടാണ് ഓരോ പ്രവൃത്തി നമ്മളുടെ ദേഹത്ത് നിർവഹിക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് 200-ൽ പരം ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. സമാന സ്വഭാവമുള്ള കോശങ്ങളുടെ ഗ്രൂപ്പ് 200-ൽ പരമുണ്ട്. അതിന് ഉദാഹരണമാണ്, നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, കൈ, കാല് എല്ലാം നിർമ്മിതമായിരിക്കുന്നത് വ്യത്യസ്ത തരത്തിലാണ്. ഒരേപോലെ അല്ല. ആകൃതിയിലും പ്രകൃതിയിലും ഒന്നും ഒരുപോലെയല്ല നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് ഒരു ഭയങ്കര മഹാ അത്ഭുതം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം, നമ്മളുടെ ദേഹത്ത് നമ്മുടെ തലച്ചോറിനെ എല്ലാം നിയന്ത്രിക്കുന്നതും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും മെയിനായിട്ട് നെർവ് സെൽസ് ആണ്, നാഡീകോശങ്ങളാണ്. അതുപോലെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതും വെയിൻസ് എല്ലാം, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നടക്കുന്നതും എല്ലാം രക്തകോശങ്ങൾ, ബ്ലഡ് സെൽസ് വഴിയാണ്. പിന്നെ നമ്മളുടെ പേശികളുണ്ടല്ലോ, ഈ പേശികളുടെ മസിൽസ്, ആ മസിൽസിന്റെ എല്ലാ പ്രവർത്തനവും ചെയ്യുന്നതെല്ലാം മസിൽ സെൽസ് ആണ്, പേശി കോശങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ എല്ലുകൾ. നമ്മുടെ ദേഹമൊക്കെ ചലിപ്പിക്കാനെല്ലാം പറ്റുന്നത്, നമ്മുടെ എല്ലുകളുടെ എല്ലാം പ്രവർത്തനം നടത്തുന്നത് ബോൺ സെൽസ് ആണ്. നമ്മളുടെ അസ്ഥി കോശങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്, ബോൺ സെൽസ് ആണ്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത ഇനം കോശങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. വിവിധ തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനും ക്രമീകരിച്ച് കൊണ്ടുപോകുവാനും. അങ്ങനെ നിയന്ത്രിതവും ക്രമീകൃതവുമായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമ്മളുടെ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ദി വെൽബീയിങ് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദി റെഗുലേറ്റഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആക്ഷൻ ഓഫ് ദി സെൽസ്. അതാണ് നമ്മുടെ സെൽ ക്ലസ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ സമാന സ്വഭാവമുള്ള കോശങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സമാന സ്വഭാവമുള്ള കോശങ്ങളുടെ, സെല്ലുകളുടെ കൂട്ടായ്മയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത് സമാന സ്വഭാവമുള്ള സെൽസുകളുടെ അല്ലെങ്കിൽ കോശങ്ങളുടെ കൂട്ടായ്മയാണ്. നമ്മൾക്ക് ഈ സെൽ ക്ലസ്റ്റർ, കോശജാലങ്ങൾ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ടെന്ന്. ആ വ്യത്യസ്ത ഇനം കോശങ്ങളുടെ പ്രവർത്തനമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, തലച്ചോറിന് ചുറ്റും കാണുന്നത് നാഡീകോശങ്ങൾ. അതുപോലെ രക്തകോശങ്ങൾ, ഹാർട്ട്, ബ്ലഡ് റിലേറ്റഡ് ഭാഗങ്ങളിലെല്ലാം കാണുന്നത് രക്തകോശങ്ങൾ, ബ്ലഡ് സെൽസ്. അതുപോലെ അസ്ഥികോശങ്ങൾ, ബോൺ സെൽസ്, പേശീകോശങ്ങൾ, മസിൽ സെൽസ്. ഇവയുടെയെല്ലാം കൂട്ടായി ചേർന്ന പ്രവർത്തനമാണ് നമ്മളുടെ ജീവൽ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത്. ഏതൊക്കെ നമ്മളിപ്പോൾ
പരിസ്ഥിതിക്ക് ഏതൊക്കെ സെല്ലുകളുടെ ക്ലസ്റ്ററിനെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്, കോശജാലങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്. മസിൽ സെൽസ്, മസിൽ സെൽസ്, നെർവ് സെൽസ്, ബ്ലഡ് സെൽസ്, ബോൺ സെൽസ്, ഇതേക്കുറിച്ചാണ് നമ്മളിപ്പോൾ നമ്മുടെ പിക്ചറിൽ കണ്ടത്. മസിൽ സെൽസ് എന്ന് പറഞ്ഞാൽ പേശീകോശം, നെർവ് സെൽസ് നാഡീകോശങ്ങൾ, ബ്ലഡ് സെൽസ് രക്തകോശങ്ങൾ, ബോൺ സെൽസ് അസ്ഥികോശം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മസിൽ സെൽസ് പേശീകോശങ്ങൾ, നെർവ് സെൽസ് നാഡീകോശങ്ങൾ, ബ്ലഡ് സെൽസ് രക്തകോശങ്ങൾ, ബോൺ സെൽസ് അസ്ഥികോശങ്ങൾ, ഇവയുടെ എല്ലാം കൂട്ടായ്മയോട് ചേർന്ന പ്രവർത്തനമാണ് നമ്മളുടെ ജീവപ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത്. ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സമാന സ്വഭാവമുള്ള സെൽസുകളെല്ലാം കോശങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ടിഷ്യൂ, ഒരു കലയായി പ്രവർത്തിക്കുമെന്ന്. ആ ടിഷ്യൂകൾ എന്തൊക്കെ ടിഷ്യൂ ആണ് ഉണ്ടാകുന്നതെന്നും ആ കലകൾ എന്തൊക്കെ കലകളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം. സമാന സ്വഭാവമുള്ള കോശങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ കലകൾ അഥവാ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് കലകളെ കുറിച്ച് അല്ലെങ്കിൽ ടിഷ്യൂവിനെ കുറിച്ച് നമ്മൾക്ക് വിശദമായി നോക്കാം. കലകൾ അഥവാ ടിഷ്യൂസ്. നമ്മൾ കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയുന്നത് സമാന സ്വഭാവമുള്ള കോശങ്ങളുടെ കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്നതും, ഒരേ പ്രകൃതമുള്ള ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്നതും ഒരു പ്രത്യേക ഫംഗ്ഷൻ നിർവഹിക്കുന്നതുമായ, നമ്മളുടെ ശരീരത്തിലെ ഒരു പ്രത്യേക ജീവൻ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ അല്ലെങ്കിൽ സെല്ലുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കലകൾ, ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ബഹുകോശ ജീവികളായ സസ്യങ്ങളിലും ജന്തുക്കളിലും അനേകായിരം കലകളുണ്ട്, വിവിധ ഇനം കലകളുണ്ട്. ആ വിവിധ ഇനം കലകൾ, അതിന് നമ്മൾ ഈ വിവിധ ഇനം കലകളെല്ലാം പ്രത്യേക ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. നമ്മൾക്കിപ്പോൾ അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, പേശീകോശം, നാഡീകോശം, രക്തകോശം, അസ്ഥികോശം, ഇങ്ങനെ വിവിധ ഇനം കോശങ്ങളുണ്ട്. ഈ ഓരോ കോശവും കാണാൻ എന്ത് വ്യത്യസ്തമാണ്? രക്തകോശം പോലെയാണോ നമ്മുടെ നാഡീകോശം ഇരിക്കുന്നത്, അസ്ഥികോശം ഇരിക്കുന്നത്? അല്ലല്ലോ. ഇതെല്ലാം ഈ കോശങ്ങളെല്ലാം കാണാനും വ്യത്യസ്തമാണ്. അതുപോലെ അവരുടെ ധർമ്മവും നമ്മൾക്കറിയാമല്ലോ. രക്തകോശം നിർവഹിക്കുന്ന ധർമ്മമല്ല നമ്മളുടെ മസിൽസ്, നമ്മുടെ പേശീകോശം നിർവഹിക്കുന്നത്. അതേപോലെ കാഴ്ചയിലും പ്രവൃത്തിയിലും ഇതെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരേ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചു വന്ന സമാന സ്വഭാവമുള്ള ഒരേ പ്രവൃത്തി നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടായ്മയാണ് കലകൾ എന്ന് പറയുന്നത്. വിവിധ ഇനം കലകളുണ്ട്. ആ കലകളെ കുറിച്ച് ഇനിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ 1 by 1 നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇനി നമ്മൾക്ക് അടുത്ത് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് തന്നെ അറിയില്ല, നമ്മളുടെ ഈ ശരീരം മുഴുവനും നിർമ്മിതമായിരിക്കുന്നത്, നിർമ്മിച്ചു വരുന്നത് ഒരൊറ്റ കോശത്തിൽ നിന്നാണ്. സിക്താണ്ഡം, സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മളുടെ ഈ ജീവശരീരം രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. സൈഗോട്ട്, സിക്താണ്ഡം.
സൈഗോട്ട്, സിക്താണ്ഡം. ഈ സിക്താണ്ഡം എന്ന് പറയുന്ന ഒറ്റ കോശത്തിൽ നിന്ന് ഈ ഒറ്റ കോശം കണ്ടിന്യൂസ് ആയിട്ട് വിഭജിച്ച് അനേകായിരം കോശങ്ങളായി മാറും. ഈ ഘടനയിലും അതിൻ്റെ ഓരോ പ്രവൃത്തിയിലും ആകൃതിയിലും വലിപ്പത്തിലും എല്ലാം വ്യത്യസ്തമായ ഒരു ഭ്രൂണമായി മാറും ഈ സൈഗോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിഭജിച്ച് അതിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും ഘടനയിലും എല്ലാം വ്യത്യസ്തമായ ഭ്രൂണമായി മാറും. ഭ്രൂണം, ഫീറ്റസ്. ഭ്രൂണമായി മാറും. ഈ ഭ്രൂണം എന്ന് പറയുന്നത് പിന്നെ കാലാനുഗതമായി അതിൻ്റെ വൈവിധ്യം കൈവരിക്കുന്നു. അതിൻ്റെ പ്രവൃത്തിയിലും അതിൻ്റെ ജീവധർമ്മത്തിലും അതിൻ്റെ ഘടനയിലും എല്ലാം അത് വൈവിധ്യം കൈവരിച്ച് ആണ് ജീവശരീരം തന്നെ രൂപീകൃതമായി വിവിധ ഇനം സെൽ ക്ലസ്റ്റർ ഉണ്ടാകുകയും നമ്മുടെ ജീവശരീരം തന്നെ രൂപീകൃതമായി വരികയും ചെയ്യുന്നത് ഈ ഭ്രൂണത്തിൽ നിന്നാണ്. ഈ ഭ്രൂണത്തിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്, ഭ്രൂണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മുടെ ജീവശരീരം ഉണ്ടാകുന്നതെന്ന്. ഇതിൽ തന്നെ ഒരൊറ്റ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഒറ്റ കോശം, ആ കോശമാണ് വിഭജിച്ച് ഈ ഫീറ്റസ് അല്ലെങ്കിൽ ഭ്രൂണമായി മാറുന്നത്. അതിന് നിങ്ങൾക്ക് ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിക്താണ്ഡം, നമ്മുടെ സൈഗോട്ട്. സിക്താണ്ഡം എന്ന് പറയുന്നത് ഇതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് വിഭജിച്ച് വലുപ്പത്തിലും ആകൃതിയിലും എല്ലാം വ്യത്യസ്തത കൈവരിച്ച് ഭ്രൂണമായി മാറുന്നു. ഇത് ഫീറ്റസ് ആയി മാറുന്നു. ഇങ്ങനെ ഈ കോശങ്ങളുടെ വൈവിധ്യം കൈവരിക്കലാണ് നമ്മുടെ കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. സെൽ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒറ്റ കോശം, സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഒറ്റ കോശം തുടർച്ചയായി വിഭജിച്ച് ഘടനയിലും വലുപ്പത്തിലും രൂപത്തിലും ഉള്ളടക്കത്തിലും എല്ലാം വ്യത്യസ്തത കൈവരിക്കുകയും അങ്ങനെ വ്യത്യസ്തത കൈവരിച്ചൊരു ഭ്രൂണമായി മാറുകയും ഈ ഭ്രൂണം കാലാനുഗതമായി വൈവിധ്യം കൈവരിച്ച് കോശമായി മാറണം. ശരീരത്തിന് വേണ്ട എല്ലാ ജീവധർമ്മങ്ങളും നിർവഹിക്കുന്നതിന് ആവശ്യമായ കോശങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇതാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഭ്രൂണം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ. ഫീറ്റസ് ഭ്രൂണം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സൈഗോട്ട് എന്ന ഒറ്റ കോശത്തിൽ നിന്ന്, അത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന്, അത് മനസ്സിലായല്ലോ. ഇത് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് സിക്താണ്ഡം കണ്ടിന്യൂസ് ആയിട്ട് വിഭജിച്ച് അതിൽ നിന്ന് ഭ്രൂണമായി മാറുകയും ആ ഭ്രൂണം തന്നെ വൈവിധ്യം കൈവരിക്കുകയും ചെയ്യുന്നു. ക്രമാനുഗതമായി ആ ഭ്രൂണം വൈവിധ്യം കൈവരിച്ച് ഓരോ ജീവധർമ്മത്തിനനുസരിച്ചുള്ള വൈവിധ്യം അത് കൈവരിക്കുന്നു ആ ഭ്രൂണം. അതിനെയാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമ്മൾ വിത്തുകോശങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിത്തുകോശം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായി കാണും. ഞാൻ സൈഗോട്ട്, ഫീറ്റസ്, സിക്താണ്ഡം, ഭ്രൂണം ഇവയെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആണ് ഈ വിത്തുകോശം. നമ്മൾ പറഞ്ഞല്ലോ ഭ്രൂണത്തിന്റെ വൈവിധ്യവൽക്കരണം കൊണ്ടാണ് വിവിധ ഇനം കോശങ്ങൾ ഉണ്ടാകുന്നത്. ഭ്രൂണം എന്ന് പറയുന്ന ഒരു സൈഗോട്ട് എന്ന ഒരു ഒറ്റ കോശത്തിൽ നിന്ന്, സിക്താണ്ഡം എന്ന ഒരു ഒറ്റ കോശത്തിൽ നിന്ന് വിഭജനം സംഭവിച്ച് അത് ഭ്രൂണമായി മാറി അതിൻ്റെ വൈവിധ്യവൽക്കരണം നടന്ന് വിവിധ കോശങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ സംഭവം. വിത്തുകോശം എന്ന് പറയുന്നത് ഭ്രൂണത്തിനകത്തുള്ള ആ ഒരു ഒറ്റ കോശമാണ് വിത്തുകോശം എന്ന് പറയുന്നത്. ആ വിത്തുകോശത്തിനെ വിത്തുകോശമായി തന്നെ നിലനിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിന് വൈവിധ്യവൽക്കരണം വഴി വിവിധ ഇനം കോശങ്ങളായി രൂപാന്തരപ്പെട്ട് വരുവാനും സാധിക്കും. നമ്മുടെ കലകളിൽ ടിഷ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മുടെ കലകളിൽ തന്നെ എത്രയോ കോശങ്ങളുണ്ട്, സമാന സ്വഭാവമുള്ള കോശങ്ങൾ. അത് എല്ലാം അതിലുള്ള ഒരു കോശം കലകളിൽ ഏതെങ്കിലും ഒരു കോശം നശിച്ചു പോയാൽ അതിന് പുനർജന്മം നൽകി ആ കോശത്തിന്റെ സ്ഥാനത്ത് പുതിയ കോശങ്ങൾ വരുന്നത് ഈ വൈവിധ്യവൽക്കരണം വഴിയാണ്. ഈ പുതിയ വിത്തുകോശത്തിൽ നിന്നുള്ള വൈവിധ്യവൽക്കരണം വഴിയാണ്.
പിത്തകോശത്തിൽ നിന്ന് പുതിയ പുതിയ കോശങ്ങൾ ജനറേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ ദേഹത്ത് ഒരു ചെറിയ മുറിവ് പറ്റിയെന്നിരിക്കട്ടെ, ചെറിയൊരു മുറിവ് പറ്റി, വലിയൊരു മുറിവ് പോകുമ്പോൾ കാലിൻ്റെ ഒടിഞ്ഞു പോകുന്നത് പോലെയുള്ള മുറിവ് പറ്റിയാൽ അത് നമ്മൾക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ചെറിയൊരു മുറിവൊക്കെ നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ അത് തനിയെ തന്നെ ആ ഭാഗം കവർ ചെയ്ത് പുതിയ സെൽസ് കൊണ്ട് നിറയുന്നത് നമുക്കറിയാം. അത് ഈ വിത്ത് കോശത്തിൽ നിന്നും പുതിയ കോശങ്ങൾ രൂപീകൃതമായി അവിടെ അത് ഫില്ലാകുന്നതാണ്. ഇതാണ് വിത്ത് കോശം. ഈ വിത്ത് കോശം നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു കട്ടിംഗ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. വിത്ത് കോശ ഗവേഷണ രംഗത്ത് വൻ മുന്നേറ്റം. ഈ ശാസ്ത്രലോകം ഇതിനു വേണ്ടി പഠനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വിത്ത് കോശങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ട കോശങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ കൃത്രിമമായി ലാബുകളിൽ ഗവേഷണശാലകളിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്ന് ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വൻ മുന്നേറ്റമുണ്ടായി. മാരക രോഗങ്ങളായ അർബുദം, പാർക്കിൻസൺസ് ഡിസീസ്, പ്രമേഹം, ഞാൻ ഇംഗ്ലീഷ് വാക്കും കൂടെ പറയാം, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് നല്ല ഉപയോഗപ്രദമായിരിക്കും. ബ്ലഡ് ക്യാൻസർ, പാർക്കിൻസൺസ് ഡിസീസ്, നമ്മളുടെ ഡയബറ്റീസ് മുതലായ രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് മുക്തി നേടുന്നതിന് വേണ്ടി ഈ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായി നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കോശങ്ങൾ, വിത്ത് കോശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കോശങ്ങൾക്ക് കഴിയും. അപ്പോൾ നമ്മുടെ പല അസുഖങ്ങൾക്കും പ്രതിവിധി കാണാൻ ഈ ഒരു കണ്ടുപിടുത്തം കഴിയും. അതുപോലെ പുതിയ പുതിയ കലകളിൽ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് കാരണം നമ്മളുടെ ശരീരം ജീർണിച്ചു പോകാതെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു. അത് പുതിയ പുതിയ വൈവിധ്യമാർന്ന പുതിയ പുതിയ കോശങ്ങൾ രൂപീകൃതമായി വരുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ന്യൂസ് പേപ്പർ കട്ടിംഗ് കണ്ടോ? ന്യൂസ് പേപ്പർ കട്ടിംഗ്. വിത്ത് കോശങ്ങളിൽ നിന്ന് കലകളെ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിൽ ശാസ്ത്രലോകം വിജയം വരിച്ചു. ഏറെ നാളത്തെ ഗവേഷണ ഫലമായാണ് വൈദ്യശാസ്ത്ര രംഗത്തെ നാഴികക്കല്ലായി മാറാവുന്ന ഈ പരിശ്രമം വിജയിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം ആ പത്രവാർത്തയിൽ തന്നെ വരണമെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഈ വിത്ത് കോശങ്ങൾ തന്നെ നമ്മളുടെ ദേഹത്ത് കൂടുതലായി കാണുന്നത് നമ്മളുടെ ത്വക്ക്, ഈ തൊലി, സ്കിൻ, പിന്നെ നമ്മളുടെ മജ്ജ, ബോൺ മാരോ, എല്ലിനകത്തുള്ള ഭാഗം, എല്ലിനകത്തൂടെ പോകുന്നതാണ് ബോൺ മാരോ. പിന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട്, നമ്മളുടെ ദഹന വ്യവസ്ഥ, ഡൈജസ്റ്റീവ് ട്രാക്ട്, ഈ ദഹനപഥം, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ വിത്ത് കോശങ്ങൾ കൂടുതലായി കാണുന്നത്. നമ്മൾക്കറിയാം ചില കേസുകളിൽ മജ്ജ മാറ്റണം, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്ന് നമ്മൾ പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി മജ്ജ മാറ്റി പുതിയ മജ്ജ ഫില്ല് ചെയ്യുന്നതോട് കൂടി നമ്മൾ വിത്ത് കോശത്തെയാണ് അവിടെ ആ ഭാഗത്ത് നമ്മൾ നൽകുന്നത് വിത്ത് കോശത്തെയാണ്. ആ വിത്ത് കോശത്തിൽ നിന്ന് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ഡാമേജ് സംഭവിച്ചത് ആ ഭാഗത്തോട്ടുള്ള വൈവിധ്യവൽക്കരണം വഴി ആ ഭാഗത്തിന് ആവശ്യമായ കോശങ്ങൾ രൂപീകൃതമായി വരും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരെണ്ണം കാണിച്ചിട്ടുണ്ട്. രക്തകോശങ്ങളിൽ നിന്ന് രക്തക്കുഴൽ നിർമ്മിച്ചെടുക്കുന്നു. രക്തകോശത്തിന് ആർട്ടിഫിഷ്യലായിട്ട് ലാബിൽ നിന്ന് രക്തക്കുഴലുകൾ നിർമ്മിച്ചെടുക്കുകയാണ്. ഇതേപോലെ നമ്മൾക്ക് കൃത്രിമമായി വിത്ത് കോശത്തിൽ നിന്ന് പലതും നമ്മൾക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്കിവിടെ സൂചകങ്ങളായി തന്നിട്ടുണ്ട്. മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് വിത്ത് കോശങ്ങൾക്കുള്ള സവിശേഷത എന്ത്? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് വിത്ത് കോശങ്ങൾക്കുള്ള സവിശേഷത എന്താണ്? വിത്ത് കോശങ്ങൾക്ക് വിത്ത് കോശങ്ങളായി തന്നെ തുടരാനോ അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം വഴി വേറെ പല പല തരത്തിലുള്ള കോശങ്ങളായി മാറാനോ ഉള്ള കഴിവുണ്ട്. അത് കാരണം ഏത് ഭാഗത്താണ് ഏത് കോശമാണ് എവിടെയാണ് വേണ്ടത് ആ ഭാഗത്തോട്ട് വിത്ത് കോശത്തിൽ നിന്ന് കോശങ്ങൾ വിഭജിച്ച് ആവശ്യം വേണ്ട കോശങ്ങളായി മാറി നമ്മളുടെ ശരീരത്തെ അസച്ചതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു. നമ്മുടെ ശരീരം ജന്തുശരീരം മാത്രമല്ല, സസ്യശരീരവും എല്ലാം വിവിധ കോശങ്ങൾ നിർമ്മിതമായ എല്ലാ ശരീരവും.
അടുത്ത ക്വസ്റ്റ്യൻ, കലകളിലെ കോശങ്ങളുടെ നാശം പരിഹരിക്കപ്പെടുന്നത് എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുറിവ് സംഭവിച്ചാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ കലകളുടെ കോശങ്ങളുടെ നാശം പരിഹരിക്കുന്നത് അവിടെ വിത്തുകോശത്തിൽ നിന്ന് പുതിയ കോശങ്ങൾ രൂപീകൃതമാവുകയും ആ ഭാഗം ഫില്ലാവുകയും ചെയ്യും. പുതിയ കോശങ്ങൾ കൊണ്ട് നിറയും. ആ നഷ്ടപ്പെട്ട ഭാഗത്ത്, കോശങ്ങൾ നശിച്ചുപോയ ഭാഗത്ത് പുതിയ കോശങ്ങൾ ഉണ്ടാകും വിത്തുകോശത്തിൽ നിന്ന്. അതാണ് കലകളിലെ കോശങ്ങളുടെ നാശം പരിഹരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. വിത്തുകോശ ഗവേഷണം പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ട്? വിത്തുകോശ ഗവേഷണം പ്രാധാന്യം അർഹിക്കുന്നത് പ്രധാനമായും ആരോഗ്യപരമായ കാര്യങ്ങളിലാണ്, മെഡിക്കൽ സയൻസിലാണ്. അവിടെ നമ്മൾക്ക് പല പല അസുഖങ്ങൾ, നമ്മൾ പറഞ്ഞു അർബുദം, ഡയബറ്റീസ്, പാർക്കിൻസൺസ് ഡിസീസ് മുതലായ പല അസുഖങ്ങൾക്കും പ്രതിവിധി കാണുന്നതിന് നമ്മൾക്ക് വിത്തുകോശ ഗവേഷണം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ വേറെ ട്രാൻസ്പ്ലാന്റ്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ബോൺ മേറോ, മജ്ജ, ത്വക്ക് മുതലായ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നത്. അപ്പോഴവിടെ വിത്തുകോശം തന്നെ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാനും കഴിയും. ഇതാണ് നിങ്ങൾക്ക് സൂചകങ്ങളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നല്ലതായി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സംശയമോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നുണ്ടെങ്കിൽ കറക്റ്റായി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.